200 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തുവാൻ സഹായിച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ ഉദ്ധരിച്ച് പുതിയ ആദായ നികുതി ബില്ലിനെതിരായ വിമർശനങ്ങളെ പ്രതിരോധിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നികുതി വെട്ടിപ്പും സാമ്പത്തിക തട്ടിപ്പും തടയുന്നതിന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഡിജിറ്റൽ രേഖകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് നിർണായകമാണെന്ന് ലോക്സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു. വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ ഡിജിറ്റൽ അക്കൗണ്ടുകളിലേക്ക് പ്രത്യേക അനുമതികളില്ലാതെ തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശോധനകൾ നടത്താൻ അനുമതിയും പുതിയ ആദായ നികുതി ബില്ലിലുണ്ട്. മൊബൈൽ ഫോണുകളിലെ എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ വഴി കണക്കിൽപ്പെടാത്ത 250 കോടി രൂപയുടെ പണം കണ്ടെത്തി. വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ നിന്ന് ക്രിപ്റ്റോ ആസ്തികളുടെ തെളിവുകൾ കണ്ടെത്തി. വാട്സ്ആപ്പ് ആശയവിനിമയം കണക്കിൽപ്പെടാത്ത 200 കോടി രൂപയുടെ പണം കണ്ടെത്താൻ സഹായിച്ചതായി ധനമന്ത്രി സഭയിൽ പറഞ്ഞതായി മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തു. ഗൂഗിൾ മാപ്പ് ഹിസ്റ്ററി ഉപയോഗിച്ച് പണം ഒളിപ്പിക്കാൻ പതിവായി സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞതായും ബിനാമി സ്വത്തുടമസ്ഥത നിർണ്ണയിക്കാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വിശകലനം ചെയ്യുന്നതായും നിർമ്മല സീതാരാമൻ പരാമർശിച്ചു. ക്രിപ്റ്റോ കറൻസികൾ പോലുള്ള വിർച്വൽ ആസ്തികൾക്ക് കണക്കുകൾ നൽകേണ്ടി വരുന്നത് ഉറപ്പാക്കുമെന്നും അവർ വ്യക്തമാക്കി. കോടതിയിൽ നികുതി വെട്ടിപ്പ് തെളിയിക്കുന്നതിനും നികുതി വെട്ടിപ്പിന്റെ കൃത്യമായ തുക കണക്കാക്കുന്നതിനും ഡിജിറ്റൽ അക്കൗണ്ടുകളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുന്നത് പ്രധാനമാണെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു.